ഈ വർഷം ഏപ്രിൽ മുതലാണ് മോള് ജപ്പാനിലെ പബ്ലിക് കിൻഡർ ഗാർഡനിൽ പോവാൻ തുടങ്ങിയിട്ടുള്ളത്. വെതർ അനുസരിച്ചിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിപ്പോ സമ്മർ ആവുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുട്ടികളൊക്കെ പച്ചക്കറി നടുന്നതാണ്. മെയ് 11-നാണ് ഇവർക്ക് പച്ചക്കറി നടാനുള്ള ഡേറ്റ് ഉണ്ടായിരുന്നത്. അതിനകത്ത് കുറേ വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ടായിരിക്കും. കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അതിന്റെ തൈ എടുത്തിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റും. അതിനകത്ത് തക്കാളി ഉണ്ടായിരുന്നു, വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, എതമാമ ഉണ്ടായിരുന്നു, എഗ് പ്ലാന്റ്, ബെൽ പെപ്പർ ഒക്കെ ഉണ്ടായിരുന്നു. മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എദമാമയാണ്. അവൾ അതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ ദിവസവും രാവിലെ പാരന്റ്സും കുട്ടികൾക്കും വന്ന് ഇതിനകത്ത് വെള്ളം ഒഴിക്കാൻ പറ്റും. അങ്ങനെ ഓരോ ചെടിയിലും പൂക്കളൊക്കെ വന്നു തുടങ്ങി കായൊക്കെ വരാനായിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ വലുതായി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യാനുള്ള സ്റ്റിക്കൊക്കെ വെച്ച് കൊടുക്കണം. അതിനകത്ത് തന്നെ പല ടൈപ്പിലുള്ളതുണ്ട്. വെറുതെ ഒരു സ്റ്റിക്ക് മാത്രമായിട്ടുള്ളതും സർക്കിൾ പോലെയുള്ളതൊക്കെ ഉണ്ട്. എദമാമിക്ക് സർക്കിൾ പോലെയുള്ളതാണ് വെക്കേണ്ടത്. അത് വെച്ച് കറക്റ്റ് ആയിട്ട് അതിന്റെ തണ്ടൊക്കെ നമ്മൾ അതിനകത്ത് കെട്ടിക്കൊടുക്കുകയൊക്കെ വേണം. ഇതെല്ലാം ചെയ്യുന്നത് കുട്ടികളാണ്. പാരന്റ്സിന് കൂടെ നിന്ന് സഹായിക്കാം. എല്ലാം കുട്ടികൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് പൂക്കളൊക്കെ ഇവർ വളർത്തിയിട്ടുണ്ട് സ്കൂളിലായിട്ട്. എല്ലാ പച്ചക്കറികളിലും പൂക്കളും അതുപോലെ തന്നെ ചെറിയ കായകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എദമാമയിൽ മാത്രം ഒന്നും വരുന്നില്ല. എല്ലാ ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ഒന്നും കാണാത്തെ കാണാത്തേന്ന്. ഒരു ദിവസം മൺഡേ വന്ന് വെള്ളം ഒഴിക്കുന്ന സമയത്താണ് അവളുടെ ചെടിക്കകത്തുതേ എദമാമ വന്നിട്ടുണ്ട്. ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു.